ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും ഇനി ഇലക്ഷൻ കഴിയുന്നതുവരെ പുതിയ ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കുവാൻ കഴിയില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാർച്ച് 15 വെള്ളിയാഴ്ച തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ കുടിശ്ശിക പെൻഷനിൽ 2 മാസത്തെ ഗഡുത്തുകയായ 3200 രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചത്. നേരത്തെ മാർച്ച് മാസത്തിൽ തന്നെ സെപ്റ്റംബർ മാസത്തെ 1600 രൂപയുടെ വിതരണവും പ്രഖ്യാപിച്ചിരുന്നു. ഈസ്റ്റർ, റംസാൻ, വിഷു പ്രമാണിച്ചാണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ എന്നീ 2 മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയാണ് ഒന്നിച്ച് ചേർത്ത് 3200 രൂപയായി വിതരണം ചെയ്യുന്നത്. ഇനി 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി കുടിശ്ശികയായി ബാക്കിയുണ്ട്. ഏപ്രിൽ 14-നാണ് ഇത്തവണ വിഷു വരുന്നത്. അതിനു മുമ്പായി അക്കൗണ്ടുകളിലേക്കും എല്ലാവരുടെയും വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരണമെങ്കിൽ ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാവേണ്ടതുണ്ട്. ഇലക്ഷൻ വരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 3200 രൂപയുടെ വിതരണം ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ആരംഭിക്കുമെന്ന് കരുതുന്നു. സെപ്റ്റംബർ മാസത്തെ 1600 രൂപയുടെ വിതരണം മാർച്ച് 15 വെള്ളിയാഴ്ച ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നതെങ്കിലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വിതരണം നടന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച 5000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. അതിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് സെപ്റ്റംബർ മാസത്തിലെ 1600 രൂപ പെൻഷൻ വിതരണം ചെയ്യേണ്ടതെങ്കിൽ ആ തുക ശനിയാഴ്ചയെങ്കിലും അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ടതായിരുന്നു. ഇനി അടുത്ത ചൊവ്വാഴ്ച അതായത് മാർച്ച് 19 വീണ്ടും സർക്കാർ 3742 കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട്. ആ ഫണ്ടിൽ നിന്നാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ മാസത്തെ 1600 രൂപ ചൊവ്വാഴ്ച അതായത് മാർച്ച് 19 മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്.